ഡൽഹിയിൽ ഹോട്ടലിൽ ഉണ്ടായ തീപിടുത്തത്തിൽ 20 മരണം, നിരവധി പേർക്ക് പരിക്കേറ്റു. മാളവ്യ നഗറിലെ ഹോട്ടലിലാണ് തീപിടുത്തമുണ്ടായത്. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർ ചേരുന്നു. ആന്റണി, ഈ സംഭവം എപ്പോഴായിരുന്നു ഉണ്ടായിരുന്നത്? ഇനി മരണസംഖ്യ ഉയരാനുള്ള ഒരു സാധ്യതയാണുള്ളത്. 20 മരണമാണോ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്? നിലവിൽ ദേശീയ മാധ്യമങ്ങൾ 20 പേർ മരിച്ചതായുള്ള വിവരങ്ങളാണ് ഇപ്പോൾ നൽകുന്നത്. നേരത്തെ 10 പേർ മരിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഏതായാലും ഇപ്പോൾ 20 എന്ന നിലയിലേക്ക് മരണസംഖ്യ ഉയർന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിരവധി പേരെ ഇതിനോടകം തന്നെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ് എന്നുള്ളതാണ്. മാളവ്യ നഗറിലെ ലെമൺ ഗ്രീൻ റെസ്റ്റോറൻറ്റ് എന്ന ഹോട്ടലിലാണ് തീപിടുത്തം ഉണ്ടായത്. ഇവിടെ 25 റൂമുകളാണ് ഉള്ളത്. അവിടെ 40ഓളം പേർ താമസിച്ചിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. 5 നിലകളിലായാണ് ഈ കെട്ടിടം പ്രവർത്തിക്കുന്നത്. ഇതിൽ 25 മുറികൾ, 40ഓളം ഗസ്റ്റുകളുമാണ് ഉണ്ടായിരുന്നത്. രാവിലെ 8:50 കൂടിയാണ് ആദ്യം തീപിടുത്തം ഉണ്ടാകുന്നതിൻ്റെ ബേസ്മെൻറ്റിലാണ്. അതിനുശേഷമാണ് തീ കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നത്. അപ്പോൾ തന്നെ അഗ്നിരക്ഷാ സേനയടക്കം എത്തി അവിടെ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിരുന്നു. ഇതിനിടയിൽ ചിലർ ഈ മുകളിൽ നിന്ന് താഴേക്ക് ചാടി അവരെ രക്ഷപ്പെടുത്തുകയും ഒക്കെ ചെയ്തിരുന്നു. ഏതായാലും തീ ഇപ്പോൾ പൂർണ്ണമായും അണയ്ക്കാനായി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ആശ്വാസകരമായ ഒരു കാര്യം. അതേസമയം മരണസംഖ്യ കൂടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ 20 പേർ ഈ ദുരന്തത്തിൽ മരിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമെന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഈ ഹോട്ടലിൻ്റെ അവിടേക്ക് എത്തിച്ചേരാൻ, ഈ രക്ഷാപ്രവർത്തകർക്ക് എത്തിച്ചേരാൻ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. കാരണം ഈ വഴി വളരെ ചെറിയ വഴികളാണ്. അവിടേക്ക് ഈ ഫൈറ്റേഴ്സിന്, അതായത് ഈ അഗ്നിരക്ഷാ സേനയുടെ വാഹനങ്ങൾക്ക് എത്തിച്ചേരുന്നതിലൊക്കെ ചില പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമെന്ന് പറയുന്നത്. ഏതായാലും 40ഓളം പേർ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ ഭൂരിഭാഗം പേരും വിദേശികളാണ്, വിദേശ പൗരന്മാരാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവർ അവിടെ എത്തിയിരിക്കുന്നത്, അതായത് ഇവിടെ താമസിക്കുന്നവർ ഈ ഇന്ത്യയിൽ ചികിത്സാർത്ഥം എത്തിയ ആളുകളാണ്. അവരാണ് വിദേശ പൗരന്മാരായ അവരാണ് ഇതിൽ താമസിക്കുന്നത്. ഭൂരിഭാഗം പേരും 25 മുറികളാണ് ഏതാണ്ട് അവിടെ ഉള്ളത്. അവിടെ 40ഓളം പേർ ഈ ഹോട്ടലിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഏതായാലും മരണസംഖ്യ ഉയരുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. ഏതായാലും രാവിലെ 8:50 കൂടിയാണ് ഇത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടായത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഏതായാലും മരണസംഖ്യ കൂടുതലായി ഉയരുകയാണ്. ഇപ്പോഴും അവിടെ എത്ര പേർ കൃത്യമായി ഉണ്ടായിരുന്നു എന്നുള്ളതിനൊരു കണക്കില്ല. ഏതാണ്ടൊരു കണക്കാണ് 40ഓളം പേർ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 25ഓളം മുറികളുണ്ടായിരുന്നു. അവർ ഭൂരിഭാഗം പേരും ഈ തീപിടുത്തം ഉണ്ടാകുന്ന ഘട്ടത്തിൽ ഉറങ്ങുകയായിരുന്നു എന്നുള്ളതാണ്. ഭൂരിഭാഗം പേരും ഈ തീപിടുത്തം ഉണ്ടാകുമ്പോൾ ഉറങ്ങുകയായിരുന്നു. ആ സമയത്താണ് ഈ തീപിടുത്തം ഉണ്ടായത്. ഈ തീപിടുത്തത്തിൻ്റെ വ്യാപ്തി അല്ലെങ്കിൽ ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചികിത്സകൾക്കായി മറ്റും വന്നാണ് ഈ ആളുകൾ ഈ ഹോട്ടലുകളിൽ താമസിക്കുന്നത്. ഭൂരിഭാഗം പേരും, ഈ 40ഓളം പേരുണ്ടെങ്കിൽ അതിൽ ഭൂരിഭാഗം പേരും ഈ പറയുന്നത് പോലെ അവർ വിദേശ പൗരന്മാരാണ്. പല രാജ്യങ്ങളിൽ നിന്ന് ചികിത്സയ്ക്ക് വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്നവരാണ് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ കിട്ടുന്ന വിവരം. ഏതായാലും തീ പൂർണ്ണമായും അണയ്ക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അവിടെ ഇപ്പോൾ അതിനകത്തേക്ക് നമുക്ക് ആ ദൃശ്യങ്ങളൊക്കെ കാണാൻ കഴിയുന്നത് പോലെ ഹോട്ടലിനകത്തേക്ക് കയറി അവിടെ കുടുങ്ങിപ്പോയ ആളുകളെയൊക്കെ പുറത്തേക്ക് എടുക്കുകയാണ് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആന്റണി, നമുക്കറിയാം ഇപ്പോൾ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുള്ള ഒരു സാഹചര്യമാണുള്ളത്. ഈ ഹോട്ടലിലെ നിരവധി നിലകളുള്ള ഒരു ഹോട്ടൽ തന്നെയാണ് എന്നതാണ് വ്യക്തമാകുന്നത്. ഇതിൽ നിന്നും ചാടിയുമാണ് പലർക്കും പരിക്കേറ്റത്, ഗുരുതരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അത് തന്നെയായിരിക്കും ഈ ഒരു പരിഭ്രാന്തരായി ചാടിയതും അടക്കം ഈ ഒരു മരണസംഖ്യ ഉയരുന്നതിന് ഒരു കാരണമായിട്ടുണ്ടോ? തീർച്ചയായും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 5 നിലകളാണ് ഈ കെട്ടിടത്തിന് ഉള്ളത്, ഈ ഹോട്ടലിലുള്ളത്. ഏതാണ്ട് 25ഓളം മുറികളുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 40ഓളം പേരാണ് ഈ ഹോട്ടലിൽ നിലവിൽ ഗസ്റ്റുകളായി അല്ലെങ്കിൽ അതിഥികളായി താമസിച്ചിരുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന ഒരു വിവരം. ഏതായാലും ആ സമയത്ത് തന്നെ പലരും ഈ കെട്ടിടത്തിൽ നിന്ന്, അതായത് ഈ ബേസ്മെൻറ്റ് ഭാഗത്താണ് ആദ്യം തീ ഉണ്ടാകുന്നത്. അവർക്ക് താഴേക്ക് ഇറങ്ങി രക്ഷപ്പെടാൻ പറ്റാത്തൊരു സാഹചര്യം
ഉണ്ടായി. അവിടെ നിന്ന് ആളുകൾ പലരും ഇവിടെ നിന്ന് ചാടി രക്ഷപ്പെടാനുള്ള ശ്രമമൊക്കെ നടത്തി എന്നുള്ളതാണ്. അങ്ങനെ പലർക്കും പരിക്ക് ഏറ്റിട്ടുണ്ട്. പല ആളുകളും ഈ ദുരന്തം നടക്കുന്ന ഘട്ടത്തിൽ, ഈ തീപിടുത്തം ഉണ്ടാകുന്ന ഘട്ടത്തിൽ പല ആളുകളും അവിടെ ഉറങ്ങുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം എന്ന് പറയുന്നത്. അതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതാണ് ഈ ദുരന്തത്തിൻ്റെ ഒരു വ്യാപ്തി കൂട്ടിയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഏതായാലും ഈ കൂടുതൽ രക്ഷാപ്രവർത്തനം ഇപ്പോൾ തുടരുകയാണ്. 20ഓളം പേർ മരിച്ചു എന്നുള്ളത് സ്ഥിരീകരിക്കുന്നുണ്ട്. അതേസമയം ബാക്കിയുള്ള ആളുകൾക്കൊക്കെ പരിക്കുണ്ട്. ഏതായാലും അതിനകത്തേക്ക് ഇപ്പോൾ ഹോട്ടലിനകത്തേക്ക് തീ അണച്ച ശേഷമാണ് ഈ അഗ്നിരക്ഷാ അംഗങ്ങൾക്ക് കയറാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഏതായാലും വലിയ ഒരു തീപിടുത്തം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ശരി, എന്തായാലും ഡൽഹിയിലാണ് ഹോട്ടലിൽ ഉണ്ടായ തീപിടുത്തത്തിൽ 20 മരണമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. മാളവ്യ നഗറിലെ ഹോട്ടലിലാണ് ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടായത്. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഏതായാലും തീ പൂർണ്ണമായും അണച്ചിട്ടുണ്ട്. ശ്വാസം മുട്ടിയടക്കമാണ് പലരും മരണപ്പെട്ടത് എന്നതാണ് ലഭിക്കുന്ന വിവരം. സൗത്ത് ഡൽഹിയിലാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. ഹോട്ടലിലുണ്ടായ തീപിടുത്തത്തിലാണ് 20 പേരുടെ ജീവൻ നഷ്ടമായത്. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. മാളവ്യ നഗറിലെ ഹോട്ടലിലാണ് ഈ തീപിടുത്തം ഉണ്ടായത്. തീ പൂർണ്ണമായും അണച്ചിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം നിലവിൽ തുടരുകയാണ്. ആന്റണി ഡിസ് ജോർജാണ് വിവരങ്ങൾ നൽകിയത്.